അഡ്വക്കേറ്റ് കെ അനിൽകുമാർ പറഞ്ഞപ്പോൾ സീതാറാം യെച്ചൂരി പറയുന്നത് സമാനമായി ജിൻഡോ ഇപ്പോൾ പറഞ്ഞ സമാനമായ അഭിപ്രായമാണ്. ദാ ഇവിടെ BJP-ക്കെതിരെ നിൽക്കുമ്പോൾ അഴിമതി ആരോപണങ്ങളും അന്വേഷണങ്ങളും നേരിടേണ്ടി വരുന്നവരൊക്കെ നിന്ന നിൽപ്പിൽ ഹരിചന്ദ്രന്മാരായി മാറുന്നു BJP-യുടെ പാളയത്തിലേക്ക് പോകുമ്പോൾ എന്നുള്ളതാണ്. പക്ഷേ അത് അരവിന്ദ് കെജ്രിവാളിൽ ഒതുങ്ങില്ല, അത് കവിതയിൽ ഒതുങ്ങില്ല. അത് നാളെ നിങ്ങൾ എന്ന വലിയ മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രതിപക്ഷത്ത് നിൽക്കുമ്പോൾ, അതായത് നമ്മൾ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു വലിയ പടയെടുത്ത് വരുമ്പോൾ സാമന്തരായി മാറിയില്ല എങ്കിൽ പിന്നെ ഇല്ലായ്മയാണ് മുന്നിലുള്ളത്. അതിലേത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം എന്നുള്ള മുന്നറിയിപ്പും ഭയപ്പാടുമാണോ? തല എടുക്കപ്പെടുകയാണോ അതോ തല കുനിക്കുകയാണോ എന്നൊരു ചോദ്യമാണ് ബഹുമാനപ്പെട്ട മാധു ഈ ചർച്ചയിൽ ഉന്നയിച്ചത്. ഞാനത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. തല കുനിക്കാൻ സൗകര്യമില്ല, ഇടതുപക്ഷത്തിന് തലയെടുക്കാൻ അവർക്ക് സാധിക്കുകയുമില്ല. ഇന്നത്തെ രാത്രിയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട കെജ്രിവാളിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് PMLA കേസ് കൈകാര്യം ചെയ്യുന്ന കോടതിക്ക് ഇത്തരം കേസുകളിൽ ജാമ്യം കൊടുക്കാനാകാത്ത വിധമുള്ളൊരു നിയമനിർമ്മാണമാണ് ഈ രാജ്യത്തുള്ളത് എന്ന് വേദനയോടുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. PMLA കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ജയിലിൽ കിടന്നുകൊണ്ട് വിചാരണ നേരിടണമെന്നാണ്. മിനിങ്ങാന്ന് സുപ്രീം കോടതിയുടെ ഒരു ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു, ED ഇങ്ങനെ കളിക്കരുത്, നിങ്ങൾ പ്രതിയെ ജയിലിലിടുക, എന്നിട്ട് വിചാരണ നീട്ടിക്കൊണ്ടു പോവുക. ഉചിതമായ കേസിൽ നിങ്ങളെ ഞങ്ങൾ പിടിക്കും എന്ന് മിനിങ്ങാന്ന് സുപ്രീം കോടതി EDക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കേരളത്തിലെ ഒരു ഹൈക്കോടതി ജഡ്ജി EDക്ക് മുന്നറിയിപ്പ് നൽകി, അന്വേഷണം എന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ വെറുതെ ഓരോ ദിവസവും വാർത്തയുണ്ടാക്കുന്നതല്ലാണ്ട് ഒരു അന്വേഷണവും നിങ്ങൾ നടത്തുന്നില്ല കരുവന്നൂരുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമ്മൾ കാണേണ്ട കാര്യം എന്താണ്? എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ BJPയുടെ പണപ്പിരിവുകാരാണ്. ഇന്നലെ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ, EDയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റും CBIയും റെയ്ഡ് ചെയ്ത എത്രയോ സ്ഥാപനങ്ങൾ 3-4 ദിവസക്കാലം കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ച് BJPക്ക് കൊടുത്തു. അങ്ങനെ തെരഞ്ഞെടുപ്പ് ബോണ്ട് വാങ്ങിച്ച് BJPക്ക് പണം കൊടുത്താൽ ED പിൻവാങ്ങും. അപ്പോൾ ഒരിടത്ത് ED റെയ്ഡ് നടന്നതിനർത്ഥം അവിടെ കുറ്റം ചെയ്തു എന്നല്ല, BJPയുടെ ആഫീസിൽ പണം എത്തിയില്ല എന്നാണ്. BJPയുടെ ആഫീസിൽ പണം എത്താത്ത എല്ലാ സ്ഥാപനങ്ങളിലും ED റെയ്ഡ് നടത്തുകയാണ്. അതിൻ്റെ ഭാഗമായി മരുന്ന് കമ്പനികൾ, പിന്നെ കോർപ്പറേറ്റുകൾ ഉണ്ടാക്കുന്ന ഷെൽ കമ്പനികൾ. ഇതിപ്പോൾ നമ്മൾ പുറത്തു വന്ന ഈ പറയുന്ന തട്ടിപ്പിനേക്കാൾ വലിയൊരു തട്ടിപ്പാണ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. PM കെയേഴ്സ് ഫണ്ട്, 12,700 കോടി രൂപയുടെ PM കെയേഴ്സ് ഫണ്ട്, ചൈനീസ് കമ്പനികളിൽ നടക്കം നരേന്ദ്രമോദിയുടെ പേരിൽ പണം വാങ്ങിച്ച പദ്ധതി. നിങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമാണോ? നമ്മൾ ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ സുപ്രീം കോടതി ഇടപെട്ടു. PM കെയർ ഫണ്ടിൽ നിങ്ങൾക്ക് വിവരങ്ങൾ ലഭ്യമാണോ? ആ പണം എന്തിനു ചെലവഴിച്ചു? എവിടെങ്കിലും വരവ് ചെലവ് കണക്കുണ്ടോ? ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അരവിന്ദ് കെജ്രിവാൾ അവിടെ നിന്ന് പണം വാങ്ങി ആ പണം കൊണ്ടുപോയി ഗോവ തെരഞ്ഞെടുപ്പിൽ വിനിയോഗിച്ചു, കള്ളപ്പണമായി. ഇതാണ് ആരോപണം. ഇവിടെ നമ്മുടെ മുമ്പിൽ പ്രധാനപ്പെട്ടൊരു ചോദ്യം നിൽക്കുന്നു. BJP കേരളത്തിൽ കള്ളപ്പണം ഉപയോഗിച്ചതാണ് കൊടകര കുഴൽപ്പണ കേസ്. അരവിന്ദ് കെജ്രിവാളിനെതിരെ മാപ്പ് സാക്ഷിയുണ്ട്. ആ മാപ്പ് സാക്ഷി ഡൽഹി മദ്യനയ കേസിനകത്തെ പ്രധാനപ്പെട്ട പ്രതിയായിരുന്നു. 2 കൊല്ലം മുമ്പ് അയാളെ ജയിലിൽ നിന്ന് വിടുകയാണ്. അയാൾ 50 കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചു കൊടുത്തു. അയാൾ മാപ്പ് സാക്ഷിയായി. അയാളുടെ വാക്കുകൾ വേദവാക്യം എടുത്തുകൊണ്ട് BJPക്കാർ EDയെ കൊണ്ട് അറസ്റ്റ് ചെയ്യുകയാണ്. ഞാൻ പറയുന്നത്, കൊടകര കുഴൽപ്പണ കേസിലെ ധർമ്മരാജൻ മാപ്പ് സാക്ഷിയായാൽ ഒരു ഭാഗത്ത് നരേന്ദ്രമോദിയും മറുഭാഗത്ത് K. സുരേന്ദ്രനും ജയിലിൽ കിടക്കും, RSSകാർ ജയിലിൽ കിടക്കും. കൊടകര കുഴൽപ്പണ കേസ് അഴിമതിയല്ലേ? കള്ളപ്പണം പിടിച്ചിട്ടില്ലേ? നമ്മളിവിടെ പറയാൻ ആഗ്രഹിക്കുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ തൻ്റെ ഇടമുണ്ട്. ഇന്നെനിക്ക് സങ്കടമുള്ളൊരു കാര്യമുണ്ടായി. ബഹുമാനപ്പെട്ട മാധുവിൻ്റെ ഇൻട്രോയിലെ ഒരു നിലയല്ല ഇന്ന് മാതൃഭൂമിയുടെ ഒരു വാർത്തയിൽ ഞാൻ കണ്ടത്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വരുന്നു. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നേതാക്കന്മാരുമായി ചർച്ച നടത്തുന്നു. ആ ചർച്ചയെക്കുറിച്ച് എന്താ പറഞ്ഞത്? കരുവന്നൂർ കേസിലെ ആരോപണ വിധേയരുമായി മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അന്തസ്സില്ലാത്ത പണിയല്ലേ അത്? കരുവന്നൂർ കേസും MK കണ്ണനുമായിട്ട് എന്താ ബന്ധം? കരുവന്നൂർ കേസും AC മൊയ്തീനുമായിട്ട് എന്താ ബന്ധം? MM വർഗീസുമായിട്ട് എന്താ ബന്ധം? മിണ്ടരുത് എന്ന് ആര് പറഞ്ഞാലും അതിന് മിണ്ടരുത് എന്ന് തന്നെയാണ് അർത്ഥം. MK കണ്ണൻ
AC മൊയ്തീൻ ഇവരൊക്കെ EDയുടെ അന്വേഷണ പരിധിയിലുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് അവരുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയപ്പോൾ അത്തരത്തിലൊരു വാർത്ത വന്നത്. വാർത്ത കൊടുക്കുക എന്ന് പറയുന്നത് വാർത്ത വരുമ്പോൾ കൊടുക്കുക എന്ന തൊഴിൽ ചെയ്യുന്നതിന്റെ ഭാഗമായാണ്. വാർത്ത വരുമ്പോൾ കൊടുക്കാതിരിക്കുകയല്ല ഇവിടുത്തെ പണി എന്ന് മാത്രം ഞാൻ അങ്ങോട്ടൊന്ന് പറഞ്ഞു പോകുന്നു. ഞാൻ അങ്ങിലേക്ക് തിരികെ വരാം. ശ്രീ അല്ലല്ല അങ്ങനെ പറയണ്ട, അങ്ങനെ പോകണ്ട എനിക്ക് മറുപടി പറയാം. അങ്ങനെ പോകണ്ട, ഞാൻ പറയാം. ഇതിലെന്താ വാർത്ത? CPM-ന്റെ നേതാക്കന്മാർ MK കണ്ണനെതിരായിട്ട് നിങ്ങൾക്ക് തെളിവുണ്ടോ? ഞങ്ങൾക്ക് തെളിവുണ്ട് എന്നാണോ പറഞ്ഞത്? EDയുടെ അന്വേഷണ പരിധിയിലുള്ള ആളുകളാണ്. ഞാൻ ഒരു കാര്യം പറയാം. എന്താണോ ഈ ചർച്ചയിൽ BJP ആവശ്യപ്പെടുന്നത് അതാണ് ചെയ്യുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. അല്ലല്ല, ഇന്ന് പ്രതിപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ചർച്ചയിൽ തുടരണമെങ്കിൽ കേൾക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഒരു കാര്യം അങ്ങ് കേൾക്കൂ. ഒറ്റ കാര്യം മറുപടി അല്ലത്. ഒറ്റ കാര്യം പറയട്ടെ. പ്രതിപക്ഷത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ്, ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അറസ്റ്റിലായിരിക്കുന്ന ദിവസം 1 മണിക്കൂർ ഒരു പ്രൈം ടൈമിൽ നമ്മൾ ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ എങ്ങനെ ആ വിഷയത്തെ ഡൈവേർട്ട് ചെയ്തു പോകണം എന്നുള്ളതാണോ അങ്ങ് എതിരിടുന്നു എന്ന് പറയുന്ന BJP ആഗ്രഹിക്കുന്നത്? അതാണ് അങ്ങ് ചെയ്യുന്നത് എന്ന് പറയുന്നു. അങ്ങേക്ക് പൂർത്തിയാക്കാം. ഞാൻ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളിവിടെ മാധു പറഞ്ഞ ഇൻട്രോയിൽ പറഞ്ഞ തല കുനിക്കാൻ സൗകര്യപ്പെടുകയല്ല. ആരോടാ പറയുന്നത്? അത് BJP-യോടാണ്. 2, തല എടുക്കപ്പെടുക എന്ന വിധി പിണറായി വിജയനും വരികയില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വരികയില്ല. അതിന് കാരണം എന്താണ്? ഞങ്ങളെ തൊടാനുള്ള ഒരു സാധനം EDയുടെ കയ്യിൽ ഇല്ലെന്ന്. മുഖ്യമന്ത്രിയെ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തൊടാനുള്ള ഒരു സാധനം ഒരു EDയുടെ കയ്യിലും ഇല്ലെന്ന്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമില്ല എന്നാണ് പറയണത്. അത് BJP-ക്ക് എതിരായിട്ടില്ല പറഞ്ഞത്. BJP-ക്കാരോട് നിങ്ങൾ നിങ്ങളുടെ പണി നോക്കാൻ പറയുന്നത്. പക്ഷെ പ്രശ്നമല്ല, നിങ്ങൾ ഇന്ന് ഇൻട്രോയിൽ അവതരിപ്പിച്ച വികാരത്തിലാണോ നിങ്ങളുടെ മാധ്യമ റിപ്പോർട്ടിങ്? കരിവന്നൂരുമായി ബന്ധപ്പെട്ട് എത്ര കൊല്ലമായി ED കളിച്ചോണ്ടിരിക്കുന്നു? ഇവിടെ കരിവന്നൂരല്ല ചർച്ചാ വിഷയം. അതങ്ങ് മനസ്സിലാക്കണം. പല വാർത്തകളുണ്ട്, കരിവന്നൂർ അടക്കമുള്ള വാർത്തകൾ. ആ വാർത്തകൾ മുഴുവനും ഇവിടെ അവതരിപ്പിക്കണമെന്ന് അങ്ങ് വാശി പിടിച്ചാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് പറയൂ. നിങ്ങൾ ആ ചർച്ചയിൽ PK ബിജുവിൻ്റെ പേര് പറഞ്ഞു. PK ബിജു കരുവന്നൂരായിട്ട് എന്താ ബന്ധം? PK ബിജു കരുവന്നൂരായിട്ട് എന്താ ബന്ധം? നിങ്ങൾ ഒരു വ്യാജ വാർത്ത ഉണ്ടാക്കുക. എന്തിനാണ് നിങ്ങൾ വ്യാജ വാർത്ത ഉണ്ടാക്കുന്നത്? നിങ്ങൾ അതുകൊണ്ട് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. EDയെ മാത്രമല്ല, EDയുടെ മുന്നാലെ കുരയ്ക്കാൻ നടക്കുന്ന വേട്ടപ്പട്ടികളെയും പേടിക്കാത്തൊരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം. അതുകൊണ്ട് കുരയ്ക്കാൻ വന്നാൽ അവരോട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, EDയെയും EDയുടെ വേട്ടപ്പട്ടികളെയും എല്ലാം നരേന്ദ്രമോദിയുടെ അടുത്തേക്ക് പായിക്കാനുള്ള ശക്തി കേരളത്തിലെ ഇടതുപക്ഷത്തിനുണ്ട്. അതുകൊണ്ട് അടുത്തത് നിങ്ങൾ എന്ന് ഞങ്ങളോട് പറഞ്ഞാൽ ഈ കേരളത്തിനകത്ത് തല കുനിക്കുകയില്ല, ഞങ്ങളുടെ തലയെടുക്കാൻ സമ്മതിക്കത്തില്ല. അത്രയും കരുത്ത് ഞങ്ങൾക്കുണ്ട്. CPM-നെതിരെ മാത്രമല്ല പ്രതിപക്ഷ നിരയിലുള്ള എല്ലാ പാർട്ടികൾക്കെതിരെയുമുള്ള മുന്നറിയിപ്പാണോ എന്നൊരു ചോദ്യം മാത്രമാണ് മുന്നോട്ട് വെച്ചത്. ഈ വിഷയം അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കരുവന്നൂരുമായുള്ള ഒരു വിഷയമുണ്ടെങ്കിൽ അതിൽ ED ഇടപെടുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ചർച്ച ചെയ്യും, വാർത്തയാവുകയും ചെയ്യും. അതും ഇതും തമ്മിൽ ബന്ധമില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ചർച്ചയുടെ സിംഹഭാഗം അതിൽ അപഹരിക്കരുത് എന്ന് ഞാൻ വീണ്ടും അങ്ങയോട് ഇവിടെ വ്യാജ വാർത്തയൊന്നും ആരും കൊടുക്കുന്നില്ല. പ്രിയപ്പെട്ടതല്ലെങ്കിൽ വ്യാജം എന്ന് പറയാനുള്ള അങ്ങയുടെ അവകാശത്തെ ഞാൻ മാനിക്കുന്നു. പക്ഷെ അത് പറഞ്ഞ് എടുക്കുന്ന സമയം എവിടെ നിന്നാണ് എന്നങ്ങ് ചിന്തിച്ചാൽ മതിയെന്നേ. അത് പറഞ്ഞ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ അങ്ങ് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നങ്ങ് ആലോചിച്ചാൽ മതി. അങ്ങേ കേൾക്കുന്നവരും ആലോചിച്ചാൽ മതി. ശരി, അല്ല ഞങ്ങൾക്ക് ആലോചിക്കാനുള്ളത് ഞങ്ങൾ ആലോചിക്കുന്നില്ല. നിങ്ങൾക്ക് ആലോചിക്കാനുള്ളത് നിങ്ങളും ആലോചിക്കും. അല്ലല്ല, ഇവിടെ ആർക്കും കഞ്ഞി വെക്കുന്നില്ല കേട്ടോ. ഇവിടെ ആർക്കും കഞ്ഞി വെക്കുന്നില്ല. അത് EDക്കും വെക്കുന്നില്ല, പാർട്ടിക്കും വെക്കുന്നില്ല, വിളമ്പൊന്നുമില്ല. ശരി, ഇവിടെ ഒരു കഞ്ഞിയില്ല, ഉപ്പില്ല. കൊടുത്തിട്ട് EDക്ക്
നമ്മൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ളതാണ് എന്ന് നമ്മൾ ചെയ്യുന്ന ജോലിയുമായി താരതമ്യം ചെയ്ത് മറ്റുള്ളവരുടെ ജോലി താരതമ്യം ചെയ്യേണ്ടതാണ്. കേട്ടോ, നമ്മൾ ചെയ്യുന്ന ജോലിയുടെ സ്വഭാവം വെച്ച് മറ്റുള്ളവരുടെ ജോലി താരതമ്യം ചെയ്യേണ്ടതില്ല. ഇവിടെ കഞ്ഞി ശരി, ശ്രീ ഞാനേ മാധ്യമ പ്രവർത്തകയാണ്. കഞ്ഞി വെക്കുക എന്ന് പറയുന്നത് മോശപ്പെട്ട കാര്യമൊന്നുമല്ല, അത് ഞാൻ വീട്ടിൽ ചെയ്യുന്നുമുണ്ട്. പക്ഷേ അതെങ്ങനെ വിളമ്പണമെന്നും എവിടെ വിളമ്പണമെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. ശ്രീ അനിൽകുമാർ, അല്ലല്ല, ഞാൻ ചെയ്യുന്ന ജോലി എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങെന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങേക്ക് പരിചയമുള്ള ആരെങ്കിലും ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ സ്വഭാവമാണ് എല്ലാ ജോലിക്കും എന്ന് വിചാരിക്കാതിരുന്നാൽ മതി. അങ്ങ് ഒന്ന് ക്ഷമിക്കണേ. ശരി.